എല്ലാവർക്കും നമസ്കാരം. അച്ഛാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ മരുന്ന് വിപണിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ ചികിത്സയെക്കുറിച്ച് കേൾക്കുമ്പോഴോ ഇത് ശരിക്കും വർക്ക് ചെയ്യുമെന്ന് അവർക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്? ആ ഒരു സത്യത്തിലേക്കെത്താൻ പ്രധാനമായും രണ്ട് വഴികളുണ്ട്. ഇന്ന് നമ്മൾ ആ രണ്ട് വഴികളിലൂടെയും ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു മരുന്ന് കഴിക്കുമ്പോഴോ ഒരു ചികിത്സയ്ക്ക് പോകുമ്പോഴോ ഇത് ഫലപ്രദമാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് തെളിവ് വേണം, ഉറപ്പ് വേണം. ഈ ഉറപ്പ് നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? അത് കിട്ടുന്നത് ചിട്ടയായ ഒരു പ്രോസസ്സിലൂടെയാണ്. അതിനെയാണ് നമ്മൾ നഴ്സിംഗ് ഗവേഷണം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ചികിത്സാരീതികളെ വെറും ഊഹങ്ങളിൽ നിന്ന് തെളിവുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാലമാണ്, സത്യം കണ്ടെത്താനുള്ള ഒരു സയന്റിഫിക് രീതി. പക്ഷേ ഈ അറിവിലേക്കുള്ള യാത്രയ്ക്ക് ഒറ്റയൊരു വഴിയല്ല കേട്ടോ. ഒരു ഗവേഷകന് തിരഞ്ഞെടുക്കാൻ അടിസ്ഥാനപരമായി രണ്ട് പ്രധാനപ്പെട്ട വഴികളുണ്ട്. ഈ രണ്ട് വഴികളും രണ്ട് രീതിയിലാണ് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ശരി, ആ രണ്ട് വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതായത് അളവുകളെക്കുറിച്ചുള്ള പഠനം. രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതായത് ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനം. ഒന്ന് എത്ര എന്ന് ചോദിക്കുമ്പോൾ മറ്റേത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. പേരുകൾ പോലെ തന്നെ ഇവയുടെ രീതികളും വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം. ഇതൊരു നേരേഖ പോലെയാണ്. ഒരു പോയിന്റിൽ തുടങ്ങി നേരെ മറ്റേ പോയിന്റിൽ അവസാനിക്കുന്ന ഒരു യാത്ര. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൃത്യമായൊരു വഴി. ഈ വഴിയിൽ എല്ലാം കണക്കുകളാണ്. സംഖ്യകൾ, ഡേറ്റ, ഗ്രാഫുകൾ. ഇവിടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. കൃത്യമായ ഡേറ്റ എന്തു പറയുന്നുവോ അതുമാത്രമാണ് സത്യം. ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് ഒരു ഫണൽ പോലെയാണ്. മുകളിൽ നിന്ന് താഴോട്ട്. അതായത് ആദ്യം ഒരു പൊതുവായ സിദ്ധാന്തമെടുക്കും, എന്നിട്ടത് ഒരു ചെറിയ ഗ്രൂപ്പിൽ ശരിയാണോന്ന് പരീക്ഷിച്ചു നോക്കും. ഉദാഹരണത്തിന്, പതിവായി വ്യായാമം ചെയ്യുന്നത് BP കുറയ്ക്കും എന്നൊരു പൊതുതത്വമുണ്ടെങ്കിൽ അതൊരു 100 പേരിൽ പരീക്ഷിച്ച് ആ തത്വം ശരിയാണോന്ന് ഉറപ്പിക്കും. ഈ യാത്രയ്ക്ക് വളരെ സ്ട്രിക്റ്റായ ഒരു റൂളുണ്ട്. 5 സ്റ്റെപ്പുകൾ. ഒന്ന് കഴിഞ്ഞിട്ടേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. ഒരു സ്റ്റെപ്പ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റൂല. ഒരു നേർരേഖയിൽ മുന്നോട്ടു പോകുന്നതുപോലെ. എല്ലാം തുടക്കത്തിലെ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കും. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ വഴിയിലേക്ക് കടക്കാം. ഇത് നേരത്തെ കണ്ട നേർരേഖ പോലെയല്ല, ഇതൊരു വട്ടം കറങ്ങുന്ന പോലെയാണ്. ഒരുപാട് അന്വേഷണങ്ങൾ നിറഞ്ഞ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു യാത്ര. ഇവിടെ നമ്മൾ നോക്കുന്നത് അക്കങ്ങളെയല്ല, മനുഷ്യരുടെ അനുഭവങ്ങളെയാണ്, അവരുടെ കഥകളെയാണ്. ഒരു ചികിത്സ കഴിഞ്ഞ ആൾക്ക് എന്തു തോന്നി, എന്തുകൊണ്ടവർക്കങ്ങനെ തോന്നി, അത്തരം ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം തേടുന്നത്. ഇവിടുത്തെ ചിന്താരീതി നേരെ തിരിച്ചാണ്, താഴെ നിന്ന് മുകളിലേക്ക്. അതായത് ഒരു സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം കുറച്ചാളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മളൊരു പുതിയ പാറ്റേൺ അല്ലെങ്കിൽ ഒരു പുതിയ ആശയം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് കൃത്യമായ ഒരു മാപ്പില്ല. ഗവേഷകന്റെ കണ്ടെത്തലുകളനുസരിച്ച് യാത്രയുടെ ദിശ തന്നെ മാറിയേക്കാം. ഡാറ്റ ശേഖരിക്കുന്നതും അത് വിശകലനം ചെയ്യുന്നതും ഒരേ സമയത്തായിരിക്കും നടക്കുക. ഇതൊരു ഫ്ലെക്സിബിളായിട്ടുള്ള പ്രോസസ്സാണ്. ദേ, ഈ ചിത്രം കണ്ടില്ലേ? ഇത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു നേർരേഖയല്ല, ഇതൊരു സൈക്കിൾ പോലെയാണ്. ഓരോ കണ്ടെത്തലും നമ്മളെ പുതിയ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ ചോദ്യങ്ങൾ വീണ്ടും പുതിയ കണ്ടെത്തലുകളിലേക്കും. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് വഴികൾ കണ്ടു. രണ്ടും കാണാൻ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ലക്ഷ്യമൊന്നു തന്നെ: വിശ്വസനീയമായ അറിവ് കണ്ടെത്തുക. ഈ ടേബിൾ നോക്കിയാൽ മതി. ഈ രണ്ട് വഴികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നേർരേഖ, സംഖ്യകൾ, വലിയ സാമ്പിളുകൾ, സ്ട്രിക്റ്റായ നിയമങ്ങൾ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാലോ ചാക്രികം, വാക്കുകൾ, ചെറിയ സാമ്പിളുകൾ, ഫ്ലെക്സിബിളായ രീതികൾ. രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരൂല്ലേ, ഇതിൽ ഏതു വഴിയാണ് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? ഇതൊക്കെ നമ്മൾ എന്തിനറിയുന്നത്? ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ഏതാണ് നല്ലത് എന്നല്ല ചോദ്യം. രണ്ടും നമുക്കാവശ്യമാണ്. ഇവ രണ്ടും ശത്രുക്കളല്ല, മറിച്ച് പങ്കാളികളാണ്. ക്വാണ്ടിറ്റേറ്റീവ് പഠനം ഒരു മരുന്ന് ഫലപ്രദമാണോ എന്ന് പറയും. പക്ഷേ ക്വാളിറ്റേറ്റീവ് പഠനമാണ് ആ മരുന്ന് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ രോഗിക്ക് ഫലപ്രദമാകുന്നത് എന്ന് വിശദീകരിക്കുന്നത്. ഈ ഒരു അറിവ് നിങ്ങളെ ശരിക്കും സഹായിക്കും. ഇനിയൊരു ഹെൽത്ത് ന്യൂസ് വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോവരുത്. നിങ്ങൾക്ക് ചോദിക്കാം, ഈ പഠനം ആയിരക്കണക്കിന് ആളുകളുടെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണോ, അതോ 10 പേരുടെ ആഴത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചാണോ പറയുന്നത്? രണ്ടിനും അതിൻ്റേതായ വിലയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് അടുത്ത തവണ ഒരു പഠനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ആ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക: അവർ പോയത് നേർരേഖയിലാണോ അതോ വട്ടം കറങ്ങിയാണോ? ആ ഉത്തരം കിട്ടിയാൽ മതി.
ആ പഠനത്തിന്റെ മുഴുവൻ കഥയും നിങ്ങൾക്ക് മനസ്സിലാവും.